മർഹബ. നൈസ് അറബിക്കിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥയെക്കുറിച്ചാണ്. സ്വാഭാവികമായും നമ്മുടെ സംസാരത്തിൽ കടന്നു വരുന്ന ഒരു വിഷയമാണിത്. ഇത് സംബന്ധമായി അറബിയിൽ എങ്ങനെയാണ് സംസാരിക്കുക എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. കാലാവസ്ഥയ്ക്ക് അറബിയിൽ അഥവാ ലിറ്ററേച്ചർ അറബിയിൽ, ഗ്രാമറ്റിക്കൽ അറബിയിൽ പറയുന്നത് ത്വഖുസ് എന്നാണ്. അതിന് അത്തഖുസ് എന്ന് പറയും. നമ്മൾ ഇംഗ്ലീഷിൽ ദി എന്ന വാക്ക് കൊടുക്കുന്നതിൻ്റെ സ്ഥാനത്താണ് അറബിയിൽ അൽ എന്ന് കൊടുക്കുന്നത്. അതാണ് അത്വഖുസ്. ത്വ എന്ന അക്ഷരം അറബി ഭാഷയുടെ മാത്രം പ്രത്യേക അക്ഷരങ്ങളിൽ ഒന്നാണ്. ത എന്നതല്ല, ത്വ. ത്വഖുസ് എന്നാണ് അതിന് ഗ്രാമർ അറബിയിലും അതുപോലെ തന്നെ ചില അറബ് രാജ്യങ്ങളിലും പൊതുവായി ഉപയോഗിക്കുന്ന പദം. സ്പോക്കൺ കൊളോക്കൽ അറബിയിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഉപയോഗിക്കുന്ന പദം ജൗവ് എന്നാണ്. അൽ ജൗവ്. ഉദാഹരണം, ക്ലൈമറ്റ് ഇന്ന് ചൂടാണ് എന്നതിന് പറയുന്നത് അൽ ജൗവ് ഹാർ അല്യൗം. അൽ ജൗവ് ഹാർ അല്യൗം എന്നാണ്. അൽ ജൗവ് ക്ലൈമറ്റ്, ഹാർ അല്യൗം ഇന്ന് ചൂടാണ്. ഈ ജവ്വ് എന്ന പദമാണ് സാധാരണഗതിയിൽ കൊളോക്കൽ അറബിയിൽ ഭൂരിപക്ഷം അറബ് പ്രദേശങ്ങളിലും ഉപയോഗിക്കുന്ന പദം. നമുക്കറിയുന്നത് പോലെ 4 ഘട്ടങ്ങളാണ് കാലാവസ്ഥയ്ക്കുള്ളത്. സ്പ്രിംഗ്, സമ്മർ, വിൻ്റർ, ഓട്ടം. വസന്തകാലം, വേനൽക്കാലം, ശീതകാലം, ശരത്കാലം. ഇതിന് വസന്തകാലം എന്നതിന് അറബിയിൽ പറയുന്നത് അർ-റബീഅ എന്നാണ്. വേനൽക്കാലം എന്നതിനാണ് സമ്മർ, അതിനാണ് സ്വൈഫ് എന്ന് പറയുക, അസ്വൈഫ്. ശീതകാലം എന്നതിനാണ് അശ്ശിതാ എന്ന് പറയുന്നത്. ശരത്കാലം എന്നതിന് അൽ ഖരീഫ് എന്നാണ് അറബിയിൽ പറയുക. ഇത് ഏകദേശം സംസാര ഭാഷയിൽ അങ്ങനെ കടന്നു വരാത്ത, എന്നാൽ ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളിലും ഗ്രാമർ അറബിയിലും ഉപയോഗിക്കുന്നത് ഈ പദങ്ങൾ തന്നെയാണ്. പിന്നെ ചൂട്, തണുപ്പ്, വെയിൽ, മഴ, ഇതിനോടൊക്കെ അനുബന്ധിച്ച് കാലാവസ്ഥയെ നമ്മൾ പറയാറുണ്ട്. ഉദാഹരണങ്ങൾ നോക്കാം. അൽ ജൗവ് ഹാർ, കാലാവസ്ഥ ചൂടാണ്. അൽ ജൗവ് ബാരിദ്, കാലാവസ്ഥ തണുപ്പാണ്. അൽ ജൗവ് മുഷ്മിഷ്, വെയിലാണ്, കാലാവസ്ഥ വെയിലാണ്. അൽ ജൗവ് ഗായിം, മേഘാവൃതമാണ്, കാലാവസ്ഥ മേഘാവൃതമാണ്. ക്ലൗഡി എന്ന് പറയുന്ന അതിനാണ്, മേഘാവൃതമാണ് എന്നതിനാണ് ഗായിം എന്നുപയോഗിക്കുക. അതുപോലെ അൽ ജൗവ് മുംതിർ അല്ലെങ്കിൽ അൽ ജൗവ് മത്തർ, ഇത് രണ്ടും ഉപയോഗിക്കാറുണ്ട്. അൽ ജൗവ് മുംതിർ എന്നും അൽ ജൗവ് മത്തർ എന്നും ഉപയോഗിക്കാറുണ്ട്. റൈനി സീസണിന് അങ്ങനെയാണ് പറയുക. അൽ ജൗവ് മുസ്ലിജ്, മഞ്ഞ് കാലഘട്ടത്തിന്, മഞ്ഞാണ്, സ്നോവേ എന്ന് പറയുന്ന അതിന് മഞ്ഞ് സീസണാണ് അല്ലെങ്കിൽ മഞ്ഞാണ് എന്നതിന് പറയുന്നതാണ് അൽ ജൗവ് മുസ്ലിജ്. സെൽജ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് എന്നാണ്. അപ്പോൾ അത് മുസ്ലിജ്, മഞ്ഞ് പെയ്യുന്ന സമയത്ത് ആ കാലാവസ്ഥയെ പരിചയപ്പെടുത്തുക അൽ ജൗവ് മുസ്ലിജ് എന്നാണ്. മുസ്, അവിടെയും
സ് എന്നൊരക്ഷരം അറബി ഭാഷയുടെ മാത്രം പ്രത്യേകമായ അക്ഷരമാണ്. അതാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അൽ ജൗവ് മുഅ്തദിൽ, ഒരു ഫൈൻ, നല്ല ഒരു ക്ലൈമറ്റ്, ചൂടും തണുപ്പുമൊക്കെ ഒരു മിതമായ അവസ്ഥക്കാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് മുഅ്തദിൽ, മിതമായ കാലാവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ അൽ ജൗവ് ആസിഫ്, അല്ല കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റുള്ള സമയത്തിന് പറയുന്നതാണ് ആസിഫ് എന്ന്. ആ ആസിഫ് എന്നത് കൊടുങ്കാറ്റ് എന്നാണ്. അതിൽ തന്നെ ആസിഫ റംലിയ, ആസിഫ സെൽജിയ, ആസിഫ റഗ്ദിയ, ആസിഫ റിയാഹ്, ഇങ്ങനെ പല രീതിയിലും സംസാരിക്കാറുണ്ട്. പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ വരും. അഥവാ ആസിഫ റംലിയ എന്ന് പറഞ്ഞാൽ മണൽക്കാറ്റിൻ്റെ സീസണാണ്. അൽ ജൗവ് ആസിഫ് റംലി, കൊടുങ്കാറ്റാണ്, മണൽക്കാറ്റാണ്. അൽ ജൗവ് ആസിഫ് സെൽജി, മഞ്ഞ് വീഴ്ചയാണ്. അതുപോലെ ആസിഫ് റഗ്ദി, ശക്തമായ ഇടിമിന്നലുള്ള കാലാവസ്ഥയാണ്. ആസിഫ് റിയാഹ്, കൊടുങ്കാറ്റ്. മറ്റൊന്ന് ഹ്യൂമിഡിറ്റിയുള്ള നല്ല അങ്ങനെയുള്ള കാലാവസ്ഥയുണ്ടാകും. ചൂട് കാലത്ത് പ്രത്യേകിച്ചും അറബ് ഗൾഫ് രാജ്യങ്ങൾ പോലെയുള്ള മരുഭൂമിയിലൊക്കെ കൂടുതലും ഹ്യൂമിഡിറ്റി ഉണ്ടാവാറുണ്ട്. അതിന് അൽ ജൗവ് റത്തുബ് എന്നും അൽ ജൗവ് റുത്തൂബ എന്നും പറയും. ഹ്യൂമിഡിറ്റി ഉള്ള സമയത്തിന് റുത്തൂബ അല്ലെങ്കിൽ റത്തബ് എന്ന് പറയാറുണ്ട്. മുസ്തവർ റുത്തൂബ എന്ന് പറയാറുണ്ട് ഹ്യൂമിഡിറ്റി ലെവൽ എന്നതിന്. അതുപോലെ ഡ്രൈ കാലാവസ്ഥയാണെങ്കിൽ അൽ ജൗവ് ജാഫ്, അൽ ജൗവ് ജാഫ്, ഡ്രൈ കാലാവസ്ഥയാണ്, ജാഫ് എന്നാണ് പറയുന്നത്. മൂടൽ മഞ്ഞ്, ഫോഗി കാലാവസ്ഥയ്ക്ക് അൽ ജൗവ് ലബാബി എന്നാണ് പറയുക. ഈ അക്ഷരവും അറബിയിൽ മാത്രമുള്ള അക്ഷരമാണ്. ലബാബി, ഫോഗി കാലാവസ്ഥ, മൂടൽ മഞ്ഞ്. പിന്നെ പൊടിപടലമുള്ള ഒരു കാലാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അൽ ജൗവ് മുഗ്ബർ എന്ന് പറയും, അല്ലെങ്കിൽ അൽ ജൗവ് ഗുബാർ, ഇങ്ങനെ രണ്ടും ഉപയോഗിക്കാറുണ്ട് ഈ പൊടിപടലങ്ങളുള്ള കാലാവസ്ഥക്ക്. കാലാവസ്ഥ സംബന്ധമായ ചില സംസാര ശൈലികൾ, അതാണ് നമ്മൾ പറഞ്ഞ അൽ ജൗവ് ജമീൽ അൽ യൗം, നല്ല മനോഹരമായ കാലാവസ്ഥയാണ് ഇന്ന്. അൽ യൗം എന്ന് പറഞ്ഞാൽ ഇന്ന്. അൽ ജൗവ് ക്ലൈമറ്റ്, ജമീൽ മനോഹരമാണ്, അൽ യൗം ടുഡേ ഇന്ന്. അൽ ജൗവ് ഹാർ അൽ യൗം, കാലാവസ്ഥ ഇന്ന് ചൂടാണ്. അൽ ജൗവ് ബാരിദ് അൽ യൗം, കാലാവസ്ഥ ഇന്ന് നല്ല തണുപ്പാണ്. അൽ ജൗവ് മിഷ്മിഷ് അൽ യൗം, കാലാവസ്ഥ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. അതുപോലെ തന്നെ അൽ ജൗവ് മർറ ബാരിദ് വ മർറ ഹാർ, കാലാവസ്ഥ ഇടയ്ക്ക് നല്ല തണുപ്പ്, ഇടയ്ക്ക് നല്ല ചൂട്. പ്രവചനാതീതമാണെങ്കിൽ അൽ ജൗവ് മാ യൻഅരിഫ്, പ്രവചനാതീതമാണെങ്കിൽ അൽ ജൗവ് മാ യൻഅരിഫ്, പ്രവചനാതീതമാണ്, ഒന്നും പറയാൻ കഴിയില്ല, കാലാവസ്ഥയെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല എന്ന് പറയുന്നതിനാണ് അൽ ജൗവ് മാ യൻഅരിഫ് എന്നാണ് അറബികൾ ഉപയോഗിക്കാറുള്ളത്. ലഹ്ല യകൂൻ അൽ ജൗവ് ബാരിദ് വൽ ലഹ്ല സാനിയ യസീർ ഹാർ, ഒരു നിമിഷം നല്ല തണുപ്പാണ് കാലാവസ്ഥ. വൽ ലഹ്ല സാനിയ, തൊട്ടടുത്ത നിമിഷം യസീർ ഹാർ, അത് നല്ല ചൂടാവുകയും ചെയ്യും. അപ്പോൾ അൽ ജൗവ് ലഹ്ല യകൂൻ അൽ ജൗവ് ബാരിദ് വൽ ലഹ്ല സാനിയ യസീർ ഹാർ. അൽ ജൗവ് ജമീൽ അൽ യൗം അബ്ഗാ അറൂഹ് ലിൽ ബഹർ, ഇന്ന് കാലാവസ്ഥ നല്ല മനോഹരമാണ്. അബ്ഗാ അറൂഹ് ലിൽ ബഹർ, ഞാൻ ബീച്ചിൽ പോവാൻ ഉദ്ദേശിക്കുന്നു. അൽ ജൗവ് ജമീൽ അൽ യൗം, ഇന്ന് കാലാവസ്ഥ മനോഹരമാണ്. അബ്ഗാ അറൂഹ് ലിൽ ബഹർ അൽ യൗം മസാ, ഇന്ന് വൈകുന്നേരം ഞാൻ ബീച്ചിൽ പോവാൻ ഉദ്ദേശിക്കുന്നു.
ഇതൊക്കെയാണ് കാലാവസ്ഥയെക്കുറിച്ച് നമ്മൾ സംസാരത്തിൽ കടന്നു വരുന്ന ചില പദപ്രയോഗങ്ങൾ. ഒട്ടുമിക്ക അറബ് പ്രദേശങ്ങളിലും ഈ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അത് ചില സ്ഥലങ്ങളിൽ ഈ ജൗ എന്നതിന് പകരം തഖസ് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അവിടെ തന്നെ തസ് എന്നാണ്. ഇപ്പോൾ സിറിയ പോലുള്ള ഭാഗങ്ങളിലൊക്കെ, സിറിയ, ലബനാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തസ് എന്നാണ്. ഖ് എന്ന അക്ഷരത്തെ ഇ എന്നാക്കിയിട്ട് തസ് എന്നാണ് പറയാറുള്ളത്. UAE-യിൽ ഈ കാലാവസ്ഥ ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രയോഗങ്ങളുണ്ട്. ഉദാഹരണം, അൽ ജൗവ് മാലു ബു നഫറൈൻ. അൽ ജൗവ് മാൽ ബു നഫറൈൻ. കാലാവസ്ഥ ഇന്ന് കപ്പിൾസിൻ്റെ കാലമാണ് എന്ന് പറഞ്ഞാൽ കപ്പിൾസിന് അനുയോജ്യമായ ഒരു കാലമാണ് ഇന്ന് കാലാവസ്ഥ എന്നതിനാണ് അൽ ജൗവ് മാലു ബു നഫറൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൽ ജൗവ് മുബ് മാലു ദവാം. കാലാവസ്ഥ ഡ്യൂട്ടിക്ക് അനുയോജ്യമല്ല. അൽ ജൗവ് ലാഹോബ് എന്ന് പറയാറുണ്ട്. ലാഹോബ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ നല്ല ചൂട് ആണ് എന്നതിന് ലാഹോബ്. അൽ ജൗവ് ലാഹോബ് എന്നൊരു പ്രയോഗം UAE-യിലുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ 3 പ്രയോഗങ്ങൾ അൽ ജൗവ് മാലു ബു നഫറൈൻ, കാലാവസ്ഥ എന്ന് കപ്പിൾസിന് അനുയോജ്യമായ രീതിയിലാണ്. അതുപോലെ തന്നെ അൽ ജൗവ് മുബ് മാലു ദവാം, ഇന്ന് ജോലിക്ക്, വർക്ക്, ഡ്യൂട്ടിക്ക് അനുയോജ്യമായ കാലാവസ്ഥ അല്ല. അൽ ജൗവ് ലാഹോബ്, വളരെ ചൂടുള്ള കാലാവസ്ഥയാണ്. ഇത് UAE-യിൽ ഉപയോഗിക്കുന്ന പ്രത്യേക ശൈലികളിൽ ചിലതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കാലാവസ്ഥ സംബന്ധമായി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.